എറണാകുളത്തിനൊപ്പം തൃശ്ശൂരിലെയും ഫലം പ്രഖ്യാപിച്ചിരിക്കുന്നു. കേരളത്തിൽ ബി.ജെ.പിയുടെ അക്കൗണ്ട് തുറന്നത് ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ടു. ഉപമുഖ്യമന്ത്രി സമ്രാട് ചൗധരിയെ കാണാൻ നിതീഷ് കുമാർ സന്നദ്ധനായില്ലെന്ന് പാട്നയിൽ നിന്നുള്ള വിവരം വരുന്നു. നിതീഷ് ബാബുവിനെ ആരും കളി പഠിപ്പിക്കേണ്ട. നരേന്ദ്രമോദിയോടുള്ള ദേഷ്യമായിരുന്നു നമ്മൾ നിതീഷ് കുമാറിനെ എങ്ങനെ ഞാൻ ഇവിടെ യോഗ്യനായുള്ളപ്പോൾ ഈ ഗുജറാത്തിൽ നിന്നുള്ള നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആവണോ എന്നുള്ളതായിരുന്നു 2014 അദ്ദേഹം എൻഡിഎ വിടാനുള്ള കാരണം. എന്തായാലും മനുഷ്യന്റെ മനസ്സിൽ ആ ഗ്രഡ്ജ് കിടക്കുമല്ലോ. നമ്മൾ പറഞ്ഞ പോയിന്റ്, കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായി ലോകസഭാ തെരഞ്ഞെടുപ്പിൽ കമലദളം താമര വിരിഞ്ഞിരിക്കുന്നു. അതൊരു ചരിത്ര ഒരു മുഹൂർത്തം തന്നെയാണ്. ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ഇത്ര നാൾ ബി.ജെ.പി എടുത്ത എല്ലാ ഹാർഡ് വർക്കും പെയ്ഡ് ഓഫ് ഇൻ തൃശൂർ. വടക്കുംനാഥനായി മാറുകയാണ് സുരേഷ് ഗോപി എല്ലാ അർത്ഥത്തിലും തൃശൂർ നിയോജക മണ്ഡലത്തിൽ. ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം അത് തെക്കുംനാഥനാണ്. തെക്കേ അറ്റത്ത് നിന്ന് സുരേഷ് ഗോപി കടന്നെത്തുമ്പോൾ അത് തെക്കുംനാഥനാണ്. പക്ഷേ സുരേഷ് ഗോപി തിടമ്പേറ്റി നിൽക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തൃശൂർ പൂരത്തിന്റെ പുലർച്ചയിൽ പൊട്ടിക്കാതെ വെച്ച വെടിക്കെട്ട് ഇന്ന് ഈ രാത്രി സുരേഷ് ഗോപി തേക്കിൻകാട്ടിൽ പൊട്ടിക്കുന്നു. പക്ഷെ അപ്പോഴും നിതീഷ് കുമാർ കാണാൻ വിസമ്മതിച്ചതാരെ, കാണാൻ പോകുന്നതാരെ കാത്തിരിക്കണം.